എന്നത്തെ പോലെ അടുക്കള വിശേഷമാണ്. അപ്പോൾ ആദ്യം വെച്ചിട്ടുള്ളത് ഞാൻ തുളസി ഇലയും പനിനീർക്കൂർക്കയുടെ ഇലയാണ്. അപ്പോൾ അത് ആവിയിൽ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് ആനായി വരട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 10ഓളം ഉള്ളി, ചുവന്നുള്ളിയും ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഇട്ടിട്ട് അത് വഴറ്റുകയാണ്. ഈ സമയത്ത് നമ്മൾ ആവിക്ക് വെച്ചത് ആയി വന്നിട്ട് അത് മാറ്റാം നമുക്ക്. അപ്പോൾ അത് നമ്മൾ പിഴിഞ്ഞെടുക്കുക. പിന്നെ ഉള്ളിനീര് ഒഴിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അപ്പോൾ ഉള്ളിനീര് ഇഷ്ടമില്ലാത്തൊരു കടിച്ച് തിന്നാൻ കൊടുത്താലും മതിയില്ല. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള കഫക്കെട്ട് അല്ലെങ്കിൽ നീരൊഴിച്ചൊക്കെ അങ്ങനെ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പൂന് അങ്ങനെയുള്ള കാരണം കൊടുത്താണ്. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് അത് ഒരിത്തിരി ഒന്ന് ചൂടാവാനുണ്ട് ചട്ടി. അപ്പോൾ അതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു തക്കാളി കറി ഉണ്ടാക്കാം. മുട്ട പുഴുങ്ങാം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇത് ഇപ്പുറത്ത് ഉണ്ടാക്കുന്നത് ഞാൻ കടലക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ഞാനിപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇട്ടെന്ന് മാത്രം. അപ്പോൾ അത് ആയി വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം രാവിലെ ഭയങ്കര തിരക്കല്ലേ, നമുക്കെപ്പോഴും ഭയങ്കര തിരക്കാണ് അടുക്കള. അപ്പോൾ ഇത് വഴന്ന് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പിന്നെ പൊടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചേർക്കാം. ഓരോന്നിടുമ്പോഴും ഞാൻ പറയാം കേട്ടോ. അപ്പൂനൊന്ന് ഓണാഘോഷമാണ്. ഇപ്പോൾ 8:30 അല്ലെങ്കിൽ 8:30 പോകണം. അപ്പം അതിൻ്റെ ഉള്ളിലെല്ലാം അതായി അവന് കൊടുക്കണം ഭക്ഷണം. അപ്പം അതിലൊരു പണിയൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് കഴിക്കുന്ന ആളല്ല. പിന്നെ ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇന്ന് ഒരു ചെറിയ കറികളായിട്ട് ഞാൻ ഒപ്പിച്ചെടുക്കാറ്. നാളെ ആവശ്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാം, സൺഡേ അല്ലേ. അപ്പോൾ ഇത് ചട്ടി ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അത് തക്കാളി കറിക്കുള്ളത് കേട്ടോ. അപ്പോൾ അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവോള ഇട്ട് കൊടുക്കുകയാണ്. അത് വേഗം സ്പീഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും. രാവിലെ തന്നെ കഴിയും. ഞങ്ങളൊക്കെ ഈ ജോലിക്കാർ അങ്ങനെയാണ്. അപ്പോൾ അതിൽ സവോള ഇടുന്നതിന് മുമ്പ് സ്വല്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. 2 മണി ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ സവോള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വഴന്ന് വരട്ടെ. പിന്നെ ഒരു സവോളയും ഒരു 3-4 വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലേരെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് വന്നിട്ട് അപ്പോൾ അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാലയും ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ അത് ആയി വന്നപ്പോൾ ഒരു 5-6 കഷ്ണം തക്കാളി ഉള്ളു കേട്ടോ. കുറച്ച് കടലയുള്ളൂ. ഞാൻ കറി വേറെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ തോതിലൊന്നും ഉണ്ടാക്കാൻ. അപ്പോൾ തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കടലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടലിട്ട് കൊടുത്തിട്ട് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് അപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മുട്ടക്കറി കൂട്ടിയിട്ട് കഴിക്കുന്നവർക്ക് കഴിക്കാം, കടലക്കറി കൂട്ടി കഴിക്കുന്നവർക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ. പിന്നെ കുറച്ച് മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ നമുക്ക് ഒപ്പിക്കാം. അപ്പോൾ കടലക്കറി നല്ല ടേസ്റ്റായിട്ടുള്ള കടലക്കറി റെഡിയായി വന്നിട്ട്. ഇത് സവോളയും വെളുത്തുള്ളിയും വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണാണ് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണും ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 4 തക്കാളി ഉണ്ട്. അത്ര വലിപ്പമുള്ളതല്ല കേട്ടോ, ചെറിയ ഒരു തക്കാളി കറിയാണ്. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കുക. അത് സെപ്പറേറ്റ് നമുക്ക് വേറെ ചെയ്യാം. അതിപ്പോൾ ഇതായിട്ടായിരിക്കും മുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മുട്ട കഴിക്കില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇടാൻ പറ്റില്ല, നമുക്ക് സെപ്പറേറ്റ് പറ്റും. അപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്, കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അടുക്കള വിശേഷം ചെറിയ തോതിലുള്ളത് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് തക്കാളി. മുട്ട പുഴുങ്ങി നമ്മൾ വേറെ വയ്ക്കും. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.